ഇനി നമ്മൾ ഈ സമാന്തര ശ്രേണികൾ അതായത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവസാനത്തെ ഒരു 2-3 ചെറിയ ടോപ്പിക്കുകളുണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സമാന്തര ശ്രേണിയുടെ തുകയായിരുന്നു, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് സമാന്തര ശ്രേണിക്ക് പകരം എണ്ണൽ സംഖ്യ. ഓക്കെ, എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്തുക. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയാം. 1 മുതൽ ഇങ്ങനെ തുടങ്ങി 1 + 2 + 3 + 4 + 5 അങ്ങനെ കൂട്ടിയിട്ട് നമുക്കൊരു 1000 വരെ ഉള്ള സംഖ്യകളുടെ തുക കാണണം. നമുക്കത് കണ്ടെത്തണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. കാരണം കാൽക്കുലേറ്ററിൽ നമ്മൾ അടിക്കുകയാണെങ്കിൽ തന്നെ 1 കൂട്ടണം, 2 കൂട്ടണം, 3 കൂട്ടണം, 4 കൂട്ടണം, അങ്ങനെ അടിക്കണം. അങ്ങനെ നമുക്ക് 1000 വരെ അടിക്കണം. അപ്പോൾ ഒരുപാട് സമയമെടുക്കും കൂട്ടാൻ. ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ നമുക്ക് ഒരുപാട് സമയമെടുക്കും 1000 വരെയുള്ള എല്ലാ സംഖ്യകളും കൂടി കൂട്ടാൻ. അപ്പോൾ നമുക്ക് അതിനെന്ത് വേണം? ഒരു ഇക്വേഷൻ വേണം, ഒരു സൂത്രവാക്യം വേണം. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ക്ലിയർ ആവുണ്ടോ? അതായത് എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളെ എങ്ങനെ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തുക കാണും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1 + 2 + 3 + 4 അങ്ങനെ ഇതുവരെ n വരെ. n എന്ന് പറഞ്ഞാൽ അവസാനം നമുക്ക് ഏതാണോ ആ സംഖ്യയാണ് n. നമുക്ക് 1000 വരെയാണെങ്കിൽ n എന്താണ്? 1000 ആണ്. നമുക്കിനിയിപ്പം 1,00,000 വരെയാണെങ്കിലോ n എന്താണ്? 1,00,000 അതായത് അവസാനത്തെ സംഖ്യയാണ് n. അങ്ങനെയാണെങ്കിൽ എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്, ബോക്സിലാക്കിയിട്ടുള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇക്വേഷൻ? n × n + 1/2. ഇതാണ് നമ്മളുടെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഒന്നും കൂടി ഓർത്ത് വെക്കുക. എണ്ണൽ സംഖ്യകളുടെ തുക അതായത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n × n + 1/2. n × n + 1/2. ഓക്കെ, ഇക്വേഷൻ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. എണ്ണൽ സംഖ്യകളുടെ തുക, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് n × n + 1/2. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് തുക കാണുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. അതാണ് ഇവിടെ നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം, എക്സാമ്പിൾ കണ്ടോ. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ഫൈൻഡ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 25. ഓക്കെ, 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണണം. ക്ലിയർ ആണോ? അതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതി? 1 + 2 + 3 + 4 അങ്ങനെ ഏതുവരെ എക്സെട്രാ +25 വരെയുള്ളത് കാണണം. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ 1 മുതൽ 25 വരെ ആകെ എത്ര പദങ്ങളുണ്ട്? 25 പദങ്ങളുണ്ടാവും. 1 മുതൽ 25 വരെ 25 പദങ്ങളുണ്ടാവും. അതാണ് നമ്മൾ n = 25 എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ n = ഇവിടെ 25 ക്ലിയർ ആണോ? കാരണം 25 പദങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ഇനി നമ്മൾ തുക കാണാനുള്ള ഇക്വേഷൻ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ തുക കാണാനുള്ള ഇക്വേഷൻ എഴുതി. തുക = n × n + 1/2 എന്നാണ് നമ്മളിവിടെ എഴുതിയ ഇക്വേഷൻ. കണ്ടോ? അതാണ് ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ, ഇനി നമ്മൾ n വില കൊടുക്കുക. n എന്താ വില കൊടുക്കേണ്ടത്? n 25 ആണ്. 25 പദങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? നോക്കണേ, n പകരം 25 കൊടുത്താൽ 25 ഇൻറ്റു ബ്രാക്കറ്റിൽ n + 1. അപ്പോൾ 25 + 1. ഓക്കെ, /2. കണ്ടോ? /2 അതുപോലെ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 25 അതുപോലെ ഉണ്ട്. കണ്ടോ? 25 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26. കണ്ടോ? /2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 25 × 26/2 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ആ 26 ഇല്ലേ, മുകളിലെ 26, താഴെ 2 ഇല്ലേ, അത് 2 കൂടിയും കട്ട് ചെയ്ത് കളഞ്ഞു. 26-ൽ എത്ര 2 ഉള്ളത്? 26 ഹരിക്കണം 2 എത്ര വരിക? 13. 26-ൽ എത്ര 2 ഉണ്ട്? 13 2 ഉണ്ട്. അതായത് 26-ൻ്റെ പകുതി. മനസ്സിലായോ? 26-ൻ്റെ പകുതി 13 അപ്പോൾ നമ്മൾ 25 × 13, 25 × 13 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 325 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസറായി 1 മുതൽ 25 വരെയുള്ള 1 + 2 + 3 + 4 അങ്ങനെ പോയിട്ട് 25 വരെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 325 കിട്ടും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യുക? കൂട്ടി നോക്കാം. 1 + 2 + 3 അങ്ങനെ 25 വരെ കൂട്ടിയാൽ നിങ്ങൾക്ക് അവസാനം സമം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 325 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ എന്ത് കാണുക? തുക കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ?
ഇനി നമ്മൾ നോക്കുന്നത് ഇരട്ട സംഖ്യകളുടെ തുക. ഇപ്പം നമ്മൾ നോക്കിയത് എണ്ണൽ സംഖ്യകളുടെ തുക, എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുകയാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ ഇരട്ട സംഖ്യകളുടെ മാത്രം തുക, അതാണ് നമ്മൾ സം ഓഫ് ഈവൺ നമ്പേഴ്സ്. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക എന്താണ്? n × n+1. ഓക്കെ, എന്താ അപ്പം വ്യത്യാസം വന്നത്? നേരത്തെ ഇക്വേഷനും ഇപ്പോഴത്തെ ഇക്വേഷനും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ ഇക്വേഷനിൽ n × n+1/2 എന്നുണ്ടായിരുന്നു. ഇവിടെ എന്തില്ല? ആ /2 ഇല്ല. ഓക്കെ, അപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? n × n+1 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ തുക സം ഓഫ് ഈവൺ നമ്പേഴ്സ് എന്താണ്? n × n+1. അപ്പോൾ ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. എണ്ണൽ സംഖ്യകളുടെ, അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് n × n+1/2. ഓക്കെ, ഇനി ഇരട്ട സംഖ്യയുടെ തുക ആകുമ്പോഴോ ആ /2 കണ്ട് ഒഴിവാക്കുക. അപ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? n × n+1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ഇരട്ട സംഖ്യകളുടെ, അതായത് ഈവൺ നമ്പേഴ്സിൻ്റെ തുക എന്താണ്? n × n+1, n × n+1. ഇനി നമുക്ക് നേരത്തെ പോലെ എന്ത് ചെയ്യുക? ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കണ്ടങ്ങൾ എക്സാമ്പിൾ ഇവിടെ എഴുതിയത് കണ്ടോ? എക്സാമ്പിൾ എന്താ കൊടുത്തിട്ടുള്ളത്? 2 മുതൽ 16 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുക. ഓക്കെ ആണോ? ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? 2 എന്നല്ലേ? 2 മുതൽ ഏതുവരെ? 16 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ഈവൺ നമ്പേഴ്സ് ഫ്രം 2 to 16. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്ത്, എന്താണ് ആ പറഞ്ഞിട്ടുള്ള എഴുതി? അതായത് 2 മുതൽ 16 വരെ അറിയുമ്പോൾ 2 + 4 + 6 + ഇങ്ങനെയല്ലേ ഇരട്ട സംഖ്യ പോവുക അല്ലേ? ആദ്യത്തെ 2, പിന്നത്തെ 4, പിന്നത്തെ 6, അപ്പോൾ 2 + 4 + 6 അങ്ങനെ പോയിട്ട് ഏതുവരെ? 16 വരെ, +16. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമുക്ക് എന്താണ് ഇക്വേഷൻ? തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ n എത്രയെന്ന് കണ്ടുപിടിക്കണം. n എന്ന് പറഞ്ഞാൽ എന്താണ്? പദങ്ങളുടെ എണ്ണമാണ്. ക്ലിയർ ആണോ? പദങ്ങളുടെ എണ്ണമാണ് n. അപ്പോൾ നമുക്ക് പദങ്ങളുടെ എണ്ണം, അപ്പോൾ 2 മുതൽ 16 വരെ എത്ര പദങ്ങളുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിന് നമുക്ക് പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ? അവസാന പദം നമ്മൾ നേരത്തെ ഉപയോഗിച്ചു. അവസാന പദം കുറക്കണം ആദ്യ പദം പൊതുവ്യത്യാസം +1. അപ്പോൾ അവസാന പദം ഇവിടെ 16 ആണ്. അപ്പോൾ ഇവിടെ എഴുതി മൈനസ് കുറക്കണം ആദ്യ പദം ഇവിടെ എത്രയാണ്? 2 ആണ്. ഓക്കെ, അത് എഴുതി കുറക്കണം. അപ്പം അവസാന പദം കുറക്കണം ആദ്യ പദം എഴുതി പൊതുവ്യത്യാസം. ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ്? ഈ ശ്രേണി ഇതിൻ്റെ പൊതുവ്യത്യാസം 2 അല്ലേ? അപ്പോൾ നമ്മൾ 2 എന്ന് എഴുതി +1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 16ന്ന് 2 കുറച്ചാൽ 14/2 +1. 14/2 എത്രയാണ്? 7. 7 + 1 എത്ര കിട്ടുക? 8. അപ്പോൾ ഇതിലാകെ എത്ര പദങ്ങളുണ്ട് നോക്കണേ? 2 മുതൽ 16 വരെ എത്ര പദങ്ങളുണ്ട്? 8 പദങ്ങളുണ്ട്. അതാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ തുക കാണുകയാണ്. തുക കാണാനുള്ള ഇക്വേഷൻ എഴുതി. തുക സമം എന്താ? n × n+1. ഇതാണ് തുക കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ n-ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 8 എന്ന് കൊടുക്കണം. n ആണ് 8. അപ്പോൾ n-ന് പകരം 8 കൊടുത്താൽ 8 × 8+1. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? 8 × 8+1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അപ്പോൾ 8 × 9. ഓക്കെ, 8 × 9 എത്രയാണ്? 72 ആണ്. അപ്പോൾ നമുക്ക് 2 മുതൽ 16 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണ്? 72 ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ തുക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒറ്റ സംഖ്യകളുടെ തുകയാണ് നോക്കാനുള്ളത്. അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ഒറ്റ സംഖ്യകളുടെ തുക. ഓക്കെ, സം ഓഫ് ഓഡ് നമ്പേഴ്സ്. നമ്മൾ ഹെഡിങ് എഴുതിയ ഒറ്റ സംഖ്യകളുടെ എണ്ണം എന്നാണ്. അത് ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അത് നിങ്ങൾ മാറ്റിയിട്ട് എന്താക്കുക? ഒറ്റ സംഖ്യകളുടെ തുക എന്നാക്കുക കേട്ടോ. സം ഓഫ് ഓഡ് നമ്പേഴ്സ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. അതിതാണ് n² എന്നാണ്. കണ്ടോ? ഒറ്റ സംഖ്യകളുടെ തുക n². ഓക്കെ, വളരെ സിമ്പിളാണ് ഓർത്ത് വെക്കാൻ. n². ക്ലിയർ ആവുണ്ടോ? അപ്പോൾ 3 ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എണ്ണൽ സംഖ്യകളുടെ തുക. അതെന്താണ്? n × n+1/2. n × n+1/2 അതാണ് എണ്ണൽ സംഖ്യകളുടെ തുക. രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് ഇരട്ട സംഖ്യകളുടെ തുക. അതെന്താണ്? ആ /2 കൊണ്ട് ഒഴിവാക്കുക. അപ്പോൾ എന്ത് വരിക? n × n+1 മാത്രം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒറ്റ സംഖ്യകളുടെ തുക എന്താണ്? n² ആണ്. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് നേരത്തെ പോലെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ.
കണ്ടോ 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുക. ഫൈൻ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 25. ഓക്കെ, അപ്പോൾ 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകൾ. അപ്പോൾ ഞാനിവിടെ എഴുതി 1 പ്ലസ് ആദ്യത്തെ ഒറ്റ സംഖ്യ 1 അല്ലേ, പിന്നെ അടുത്ത് 3, പിന്നെ അടുത്ത് 5, പിന്നെ അടുത്ത് 7, അങ്ങനെ ഏതുവരെ 25 വരെ. അപ്പോൾ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് അങ്ങനെ എക്സെട്രാ പ്ലസ് ഏതുവരെ 25. ക്ലിയർ ആവുണ്ടോ? കണ്ടോ? അപ്പോൾ നമ്മൾ എഴുതി. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഈ 1 മുതൽ 25 വരെ എത്ര പദങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കത് നോക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ചു. അവസാന പദം കണ്ടോ 25, അതിവിടെ എഴുതി. കുറക്കണം ആദ്യ പദം. അപ്പോൾ കുറക്കണം ആദ്യ പദം 1 അല്ലേ, അപ്പോൾ 25 കുറക്കണം 1 ബൈ പൊതുവ്യത്യാസമാണ്. ഇതിന് പൊതുവ്യത്യാസം എത്ര? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 കണ്ടോ 1 3 5 7. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാണ്? 2 പ്ലസ് 1. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എന്നിട്ടാ 25 കുറക്കണം 1, 25 കുറക്കണം 1 എത്രയാണ്? 24 ബൈ 2 കണ്ടോ പ്ലസ് 1. 24 ബൈ 2 എത്രയാണ്? 12 ആണ്. 12 പ്ലസ് 1, 12 പ്ലസ് 1 13 ആണ്. അപ്പോൾ ഇവിടെ n എത്ര കിട്ടി? നമുക്ക് 13 ആണെന്ന് കിട്ടി. ക്ലിയർ ആണോ? ആകെ എത്ര പദങ്ങളുണ്ട്? 1 മുതൽ 25 വരെ 13 പദങ്ങളുണ്ട്. ഓക്കെ ആണോ? ഇനി നോക്കണം നിങ്ങൾ തുക. നമ്മൾ ഇതാണ് തുക കാണാനുള്ള ഇക്വേഷൻ എഴുതി. തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n² ആണ്. അപ്പോൾ ഇവിടെ n എത്രയാണ്? n 13 അല്ലേ, അപ്പോൾ 13 സ്ക്വയർ എന്ന് എഴുതണം. n 13 ആണ്, അപ്പോൾ നമ്മൾ 13 സ്ക്വയർ എന്ന് എഴുതണം. 13 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ഇൻറ്റു 13 എന്നാണ് അതിൻ്റെ അർത്ഥം. 13 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ഇൻറ്റു 13 ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 169 കിട്ടും. 13 സ്ക്വയർ 169 ആണ്. ഓക്കെ, അപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. എണ്ണൽ സംഖ്യകളുടെ തുക, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് n ഇൻറ്റു n+1/2. ഓക്കെ, അടുത്തത് ഇരട്ട സംഖ്യകളുടെ തുക, അതായത് സം ഓഫ് ഈവൺ നമ്പേഴ്സ് n ഇൻറ്റു n+1. അടുത്തത് ഒറ്റ സംഖ്യകളുടെ തുക, അതായത് സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു n². ക്ലിയർ ആണോ? ഈ 3 ഇക്വേഷനാണ്. അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ തുക കണ്ടെത്തുക എന്നുള്ളതിൻ്റെ 3ൻ്റെയും എക്സാമ്പിൾ ഉദാഹരണം നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചെന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. ഓക്കെ.